സാധാരണയാണെങ്കിൽ വലിയ തർക്കമില്ലാതെ മുഖ്യമന്ത്രിയും ഒരു 4-5 മന്ത്രിമാരും ഘടകകക്ഷികളുടെ മന്ത്രിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാവകാശം ഉണ്ടായിരുന്നെങ്കിൽ ശരി. ഇതിപ്പോൾ KPCC അധ്യക്ഷനാണ് പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുഴുവൻ പട്ടികയും തയ്യാറാകും എന്നുള്ളത്. മുഴുവൻ മന്ത്രിമാരും ഉൾപ്പെടുന്ന പൂർണ്ണ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന UDFും തീരുമാനമെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നൊരു രാത്രിയും നാളെയും കൊണ്ട് ഇത് പൂർത്തിയാക്കണം. ഉറപ്പായും അത് അതിലേക്ക് തന്നെയാണ് പോവുകയും ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഏതാണ്ട് 10-12 ദിവസത്തിനകം തെരുവിലിട്ടലക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി ചർച്ച മാറിപ്പോയി എന്നുള്ളത് വലിയ നാണക്കേടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, മുസ്ലിം ലീഗ് പോലെയുള്ള ഘടകകക്ഷികൾക്ക് പരസ്യമായി തന്നെ കോൺഗ്രസിന് എതിരായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഫുൾ ടീം നടത്താനുള്ള തീരുമാനമെടുക്കുന്നത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച പകുതി ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമാണ് മന്ത്രിമാരെ തീരുമാനിക്കുക എന്ന് പറയുന്നത്. ഇന്ന് തന്നെ അതുകൊണ്ട് അതിനകത്തൊരു ഏതാണ്ടൊരു ഫൈനൽ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ആ ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൈമാറുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊടുത്തയക്കുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ വെട്ടിത്തിരുത്തൽ വരുത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണമുള്ളതും അതോ അന്ന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായും KC വേണുഗോപാലിനോടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോടും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടാവുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. നേരത്തെ റോഷി റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലെ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോണിൽ വലിയ ഹാപ്പിയുമാണ് രമേശ് ചെന്നിത്തല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ലിസ്റ്റ് പോയാൽ അതിൽ ഹൈക്കമാൻഡ് ഇടപെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും ഏറെ പ്രധാനം തന്നെയാണ്.